ഓക്കെ, അപ്പോൾ അടുത്തതാണ് ഇനി ഡിഫറൻസിയേഷൻ യൂസിങ് ലോഗരിതം. ലോഗരിതം വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ഡെറിവേറ്റീവ്സ് കാണുക. അപ്പോൾ ഇംപ്ലിസിറ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു പാർട്ടിൽ പറഞ്ഞു, അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേസാണ്. വൈ വരുമ്പോൾ എങ്ങനെയാണ് ഡെറിവേറ്റീവ് കാണുക എന്നുള്ളത് ഓർത്തു വെക്കണം. അടുത്താണ് ലോഗരിതം വെച്ചിട്ടുള്ള ഡെറിവേറ്റീവ്സ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അടുത്തത്. അതിനൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഒരു എക്സാമ്പിൾ നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ ഇംപ്ലിസിറ്റ് ഫംഗ്ഷന്റെ ഒരു കേസും കൂടി ഞാൻ ചെയ്തുതരാം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ടെക്സ്റ്റിലെ പ്രോബ്ലംസ് ഉണ്ടോ നോക്കട്ടെ, ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ചെയ്താൽ മതി, അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം. ഇല്ല, വേറെ കൂടുതലായിട്ടൊന്നും തന്നിട്ടില്ല. അപ്പൊ നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ 3x + 2y 3x + 2y = 4 തന്നിട്ടുണ്ട്. എന്നിട്ട് എന്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞു? dy/dx ഇതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം ഇത് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ മൊത്തം ഡെറിവേറ്റീവ് ചെയ്യുക. അപ്പൊ എന്ത് വരും? d/dx of 3x + 2y = d/dx of 4. ഇനി ഡെറിവേറ്റീവ് സെപ്പറേറ്റ് ആക്കി കൊടുക്കുമ്പോൾ എന്ത് വരും? 3 × d/dx of x plus 2 × dy/dx. അതായത് കോൺസ്റ്റന്റിനെ പുറത്തേക്ക് എടുക്കാം, ഡെറിവേറ്റീവ്സിന്റെ അപ്പുറത്ത് 0. അപ്പൊ ഇനി എന്ത് വരും? d/dx of x എന്താ? അത് 1 ആണ്. അപ്പൊ 3 × 1 + 2 × y' എഴുതാം. y' = 0. അപ്പൊ y' എന്ത് വരും? y' = -3/2 വരും. ഈ രീതിയിലായിരിക്കും y' വരുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഓർത്തു വെക്കുക. ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചത്. ഇത് ഓർത്തു വെക്കുക. ഓക്കെ, ഇനി അടുത്തതാണ് ലോഗരിതം വെച്ചിട്ട് എങ്ങനെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അടുത്തത്. ഓക്കെ, ലോഗരിതം വെച്ചിട്ട് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ലോഗരിതം വെക്കുമ്പോൾ നമുക്ക് ഒരു ഫോർമുല നോക്കുകയാണെങ്കിൽ നമ്മൾ നമുക്ക് ഒരു എക്സാമ്പിൾ എടുക്കാം. അപ്പോൾ y = x⁻x ആണ് നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറയണത്. dy/dx ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? രണ്ട് സൈഡിലും ലോഗ് അപ്ലൈ ചെയ്യുക. log y = എന്താവും? log x⁻x. അപ്പൊ ഈ ലോഗിന്റെ പ്രത്യേകത, മുകളിൽ ഒരാളുണ്ടെങ്കിൽ അയാളെ പിടിച്ച് താഴത്തേക്ക് ഇറക്കി വെക്കും. അപ്പൊ log y എന്ത് വരും? log y = x log x എന്നാവും. x log x. ഇനി നമ്മൾ എന്ത് ചെയ്യുക? നേരത്തെ പോലെ d/dx അപ്ലൈ ചെയ്യുക. അപ്പൊ log y ന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? 1/y. അതായത് log x-ന്റെ 1/x. അപ്പൊ log y-ന്റെ x ചെയ്യുമ്പോൾ 1/y × പിന്നെ y-നെ വീണ്ടും ചെയ്യുക dy/dx. log x-ന്റെ ഡെറിവേറ്റീവ് 1/x ആണ്. അപ്പൊ log y-ന്റെ 1/y × dy/dx, കാരണം y ആയതുകൊണ്ടാണ്. = അപ്പുറത്ത് എന്ത് വരും? അപ്പുറത്ത് പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുക. ഫസ്റ്റ് × log x-ന്റെ ഡെറിവേറ്റീവ് 1/x + log x × x-ന്റെ ഡെറിവേറ്റീവ് 1. ഇനി എന്ത് ചെയ്താൽ മതി? ഈ y-നെ അപ്പുറത്തേക്ക് മാറ്റിക്കാണ്ട് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, y തിരിച്ച് x⁻x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? dy/dx കിട്ടും. അപ്പൊ ഈ രീതിയിലാണ് ലോഗ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഡെറിവേറ്റീവ് കാണുക. അപ്പോൾ ഈ ഒരു ഈ ഒരു മെത്തേഡ് ഓർത്ത് വെക്കുക. ഇത്രയാണ് ഡിഫറൻസിയേഷൻ ഉള്ള ഈ ഒരു ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ ടെക്സ്റ്റിൽ കുറച്ച് പ്രോബ്ലംസ് കൊടുത്തിട്ടുണ്ട്. ആ പ്രോബ്ലംസ് എന്ത് ചെയ്യുക? ചെയ്ത് പഠിച്ചാൽ മതി. മെയിൻ ആയിട്ടുള്ള കണ്ടന്റ് ഇത് തന്നെയാണ്. ഇതിന്റെ കൂടുതൽ പ്രോബ്ലംസ് നിങ്ങൾ എന്ത് ചെയ്യണം? ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് അടുത്ത ചാപ്റ്റർ ആണ് മാക്സിമ. ഓക്കെ, അടുത്ത ചാപ്റ്റർ ആണ് മാക്സിമ ആൻഡ് മിനിമ ഓഫ് ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷന്റെ മാക്സിമം മിനിമം എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ മാക്സിമം മിനിമം കണ്ടുപിടിക്കുന്നത് അത്യാവശ്യം ചോദിക്കുന്ന ഒരു സംഭവമാണ്. കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് ടൈപ്പ് നമുക്ക് ചെയ്യാം ഇൻക്രീസിങ്ങോ ഡിക്രീസിങ്ങോ. ഇൻക്രീസിങ്, ഒരു ഫംഗ്ഷൻ ഇൻക്രീസിങ് ആവുക ഡിക്രീസിങ് ആവുന്ന എവിടെയെന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഒരു ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു ഫംഗ്ഷൻ തരാണ്. ഒരു x² + x² - 4x. ഈ ഫംഗ്ഷൻ ഇതാണ് എന്റെ ഫംഗ്ഷൻ f(x) = x² - 4x. ഈ ഫംഗ്ഷൻ റിയൽ നമ്പേഴ്സിൽ എവിടെയാണ് ഇൻക്രീസിങ്, അതായത് ഫംഗ്ഷന്റെ ഗ്രാഫ് ഇങ്ങനെ പോകുമ്പോൾ എവിടെയാണ്, ഏത് ഇന്റർവെല്ലാണ് ഇൻക്രീസിങ്, ഏത് ഇന്റർവെല്ലാണ് ഡിക്രീസിങ്, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വിചാരിക്കൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് ഈ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ചെയ്യും. ഈ ഫംഗ്ഷന്റെ എന്ത് കാണാം? ഡെറിവേറ്റീവ് കാണാം. x² - 4x-ന്റെ ഡെറിവേറ്റീവ് എന്താ? അത് 2x - 4 ആണ്. 2x -
4 ആണ്. ഇനി നമ്മൾ ഈ ഡെറിവേറ്റീവ് 0 ആവുന്നത് എപ്പോഴാണ് ചെക്ക് ചെയ്യുക? അതായത് എഫ് ഡാഷ് എക്സ് 0 ആവുന്നത് എപ്പോഴാണ് ചെക്ക് ചെയ്യുക? അതായത് ഡെറിവേറ്റീവ് കണ്ടു, ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കണ്ടു, ഇനി ആ ഡെറിവേറ്റീവ് 0 ആവുന്നത് എവിടെയെന്ന് എന്ത് ചെയ്യുക? നമ്മൾ ചെക്ക് ചെയ്യുക. ഡെറിവേറ്റീവ് 0 മീൻസ് 2x-4 എന്താവണം? 2x-4 0 ആവണം. 2x-4 0 ആവുക പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു എന്തായിരിക്കും? എക്സ് ഈക്വൽ ടു 2 ആയിരിക്കും. -4 അങ്ങോട്ട് പോയ +4 ആയി, 2 അങ്ങോട്ട് പോകുമ്പോൾ /2 ആയി, 4/2 2. അപ്പൊ എക്സ് 2 ആകുമ്പോഴാണ് 0 ആവുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുക? R എന്ന് പറഞ്ഞാൽ എന്താ? R എന്ന് പറഞ്ഞാൽ എന്താ? -∞ to ∞. ഈ ഇന്റർവെല്ലിനെ 2 സ്പ്ലിറ്റ് ചെയ്യുക. അതിങ്ങനെ -∞ to 2 ഒരു ഇന്റർവെല്ലാക്കി വെക്കുക, -∞ to 2 ഒരു ഇന്റർവെല്ലാക്കി വെക്കുക, പിന്നെ 2 to ∞ മറ്റൊരു ഇന്റർവെല്ലാക്കി വെക്കുക. ഇങ്ങനെ 2 ഇന്റർവെല്ലാക്കി വെക്കുക. അപ്പൊ ഈ 2 ഇന്റർവെൽ നമുക്ക് കിട്ടി. നമ്മൾ ചെയ്തത് തന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കണ്ടു, ആ ഡെറിവേറ്റീവ് 0 ആണ് പോയിന്റ് കണ്ടുപിടിച്ചു. എന്നിട്ട് ആ 0 ആണ് പോയിന്റിൽ നമ്മൾ ഇന്റർവെല്ലിനെ 2 പാർട്ടാക്കി മാറ്റി. -∞ മുതൽ 2 വരെ ഒന്നാക്കി, 2 മുതൽ ∞ വരെ ഒന്നാക്കി. കാരണം 2 0 ആണ് ഡെറിവേറ്റീവ്. ഓക്കെ, അപ്പൊ ആ 2 ചേഞ്ച് വരിക. മൂവ്മെന്റ് ഇങ്ങനെ പോകണമെങ്കിൽ ഇങ്ങനെ ആവുന്ന 2 ആ 2 0 ആവുന്നത്. അപ്പൊ നോക്കൂ, 2 ചേഞ്ച് വരാൻ പോസിബിലിറ്റി. അപ്പൊ -∞ to 2 to ∞ 2 ഇന്റർവെല്ലാക്കി. നമ്മൾ ഇതിൽ ഒരെണ്ണത്തിൽ ഇൻക്രീസും ഒരെണ്ണത്തിൽ ഡിക്രീസും ആയിരിക്കും. അത് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ ഇതിന്ന് ഒരു പോയിന്റ് എടുക്കുക. ഇപ്പൊ ഫസ്റ്റ് ഇന്റർവെലിന് ഒരു പോയിന്റ് എടുത്താൽ -∞ to 2 മുതലുള്ള ഒരു പോയിന്റ് എടുത്താൽ 1 എടുക്കാം. 1 ഇതിന്റെ ഇടയിലാണല്ലോ, -∞ to 2 ഇടയിൽ. ആ 1 എടുത്തിട്ട് ഡെറിവേറ്റീവിൽ കൊടുക്കുക. അപ്പൊ എന്ത് വരും? 2 into 1 - 4 ആവും. അതെന്താണ്? -2 ആണ്. അപ്പൊ ഈ -2 എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് നമ്പർ ആണ്. അപ്പൊ നെഗറ്റീവ് നമ്പർ കിട്ടിയതിന്റെ കാരണം ഈ ഇന്റർവെല്ലിൽ ഫംഗ്ഷൻ എന്താണ്? ഡിക്രീസിങ് ആണെന്നാണ് അർത്ഥം. അപ്പൊ ആ ഇന്റർവെല്ലിന് ഒരു പോയിന്റ് എടുത്ത് ഞാൻ ഡെറിവേറ്റീവിൽ കൊടുത്തപ്പോൾ ഡെറിവേറ്റീവ് നെഗറ്റീവ് കിട്ടിയത്, ഡെറിവേറ്റീവിന്റെ വാല്യൂ നെഗറ്റീവ് കിട്ടിയത്. ആ നെഗറ്റീവ് കിട്ടിയ അതിന്റെ അർത്ഥം ആ ഇന്റർവെല്ലിൽ ഫംഗ്ഷൻ ഡിക്രീസിങ് ആണ്. ഈ ഇന്റർവെല്ലിന് ഒരു വാല്യൂ എടുക്കുക, ഒരു 3 എടുത്തോ. 3 എടുത്ത് കൊടുത്താൽ എന്താ വരിക? 2 into 3 - 4 അത് എത്രയാണ്? 6 - 4 = 2. അതെന്താണ്? 2 ആണ്. ഓക്കെ, 2x - 4 എന്താണ്? 2 ആണ്. അതെന്താണ്? പോസിറ്റീവ് ആണ്, 0-നെക്കാളും വലുതാണ്. അപ്പൊ ഈ ഇന്റർവെല്ലിൽ നിന്ന് ഒരു വാല്യൂ എടുത്ത് ഡെറിവേറ്റീവ് കൊടുത്തപ്പോൾ 0-നെക്കാളും വലുതാണ്, പോസിറ്റീവ് ആണ്. അപ്പൊ അതിന്റെ അർത്ഥം ഈ ഇന്റർവെല്ലിൽ ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആണ്, മറ്റേ ഇന്റർവെല്ലിൽ ഫംഗ്ഷൻ ഡിക്രീസിംഗ് ആണ്. അപ്പൊ ആ ഒരു ടൈപ്പ് ഓർത്ത് വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്, എപ്പോഴും ചോദിക്കണാണ്. ഇത് ക്രിട്ടിക്കൽ വാല്യൂ എന്നാണ്, ക്രിട്ടിക്കൽ ആണ്. ഓക്കെ, ഇനി അടുത്തത് ഫംഗ്ഷന്റെ മാക്സിമം മിനിമം കണ്ടുപിടിക്കാനാണ്. അത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെയാണ്. ഒരു ഫംഗ്ഷന്റെ മാക്സിമം മിനിമം കണ്ടുപിടിക്കണമെങ്കിൽ മാക്സിമം എവിടെയാണ് മിനിമം എവിടെയാണ് വരുന്നതെന്നൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഫംഗ്ഷന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആണ് പോയിന്റ്സ് കണ്ടുപിടിക്കുക. അതിനാണ് ക്രിട്ടിക്കൽ പോയിന്റ്സ് എന്ന് പറയുക. ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആണ് പോയിന്റ്സ് കണ്ടുപിടിക്കുക. എന്നിട്ട് ആ പോയിന്റ്സ് ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആണ് പോയിന്റ് കണ്ടുപിടിക്കുക. സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. സെക്കൻഡ് ഡെറിവേറ്റീവിൽ കൊടുക്കുമ്പോൾ പോസിറ്റീവ് ആണ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻ മിനിമം ആയിരിക്കും ആ പോയിന്റിൽ. നെഗറ്റീവ് ആണ് കിട്ടുന്നത്, സെക്കൻഡ് ഡെറിവേറ്റീവ് കൊടുക്കുമ്പോൾ നെഗറ്റീവ് ആണെങ്കിൽ ഫംഗ്ഷൻ മാക്സിമം ആയിരിക്കും ആ പോയിന്റിൽ. അതായത് ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക, ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുത്ത് സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. സെക്കൻഡ് ഡെറിവേറ്റീവ് കൊടുക്കുമ്പോൾ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻ മിനിമം ആയിരിക്കും, നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻ മാക്സിമം ആയിരിക്കും ആ ഒരു പോയിന്റിൽ. അത് ഓർത്ത് വെച്ചാൽ മതി. ആ ടൈപ്പ് പ്രോബ്ലംസ് ഉണ്ട്, അത് ഓർത്ത് വെക്കുക. ഇനി അടുത്തതായിട്ട് പറയാനുള്ളത്, അപ്പൊ ആ ഒരു മൊഡ്യൂൾ കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് അടുത്തതായിട്ട് പറയാനുള്ളത് ഇൻട്രസ്റ്റ് റേറ്റ്സ് എന്ന് പറഞ്ഞ ലാസ്റ്റ് ഒരു മൊഡ്യൂളാണ്. അതിന് അത്യാവശ്യം പ്രോബ്ലംസ് വരുന്നതാണ്. അവിടെ നമുക്ക് മെയിൻ ആയിട്ട് 2 ടൈപ്പ് ഇൻട്രസ്റ്റ് ആണ്, സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും. രണ്ടും കണ്ടുപിടിക്കാനുള്ള ഫോർമുലാസ് ഉണ്ട്. അപ്പൊ സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് I = P ഇൻറ്റു ഇവിടെ ഇൻറ്റു ഉണ്ട്, അത് P ഇൻറ്റു R ഇൻറ്റു T ആണ്. അതായത് പ്രിൻസിപ്പൽ എമൗണ്ടും പ്രിൻസിപ്പൽ ഇൻറ്റു റേറ്റ് ഇൻറ്റു ടൈം. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സിമ്പിൾ ഇൻട്രസ്റ്റ് കിട്ടും. പിന്നെ എമൗണ്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ സിമ്പിൾ ഇൻട്രസ്റ്റും പ്രിൻസിപ്പൽ എമൗണ്ടും തമ്മിൽ എന്ത് ചെയ്താൽ മതി?
സം ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? എമൗണ്ട് എത്രയാന്നുള്ളത് കിട്ടും. ഇത് ഓർത്തു വെക്കുക. ഈ ഫോർമുല ഓർത്തു വെക്കുക. ക്വസ്റ്റ്യൻ ഈ രീതിയിലായിരിക്കും വരിക. ഡയറക്റ്റ് ഇങ്ങനെ തന്നിട്ട് നിങ്ങളോട് എത്രയാണ് ഇൻട്രസ്റ്റ് വരുന്നത് അല്ലെങ്കിൽ ഫൈനൽ എമൗണ്ട് എത്രയാണെന്നൊക്കെ കണ്ടുപിടിക്കാൻ ചോദിക്കുകയുള്ളൂ. അപ്പൊ ഈ ഇക്വേഷനിൽ എന്ത് ചെയ്താൽ മതി? അപ്ലൈ ചെയ്താൽ മതി. പിന്നെ അതിൽ വരുന്ന അടുത്തതാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് ഇതാണ്. എ ഈക്വൽ ടു പി ഇൻറ്റു 1 പ്ലസ് ഐ റൈസ് ടു എൻ. എ ഈക്വൽ ടു പി ഇൻറ്റു 1 പ്ലസ് ഐ റൈസ് ടു എൻ. ഇനി ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ ഈക്വൽ ടു ആർ ബൈ കെ ആണ്. ആർ ബൈ കെ എന്ന് പറഞ്ഞാൽ ആനുവൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് കോമ്പൗണ്ടിങ് പീരിയഡ് പെർ ഇയർ. ആനുവൽ റേറ്റും നമ്പർ ഓഫ് കോമ്പൗണ്ടിങ് പീരിയഡ്, ഒരു ഇയറിലുള്ള നമ്പർ ഓഫ് കോമ്പൗണ്ടിങ് പീരിയഡും തമ്മിൽ ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് എന്ത്? ഐ. അപ്പൊ അത് ഓർത്ത് വെക്കുക. പിന്നെ എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ ഇൻറ്റു ടി ആണ്. കെ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കോമ്പൗണ്ടിങ് പീരിയഡ് പെർ ഇയർ, ടി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇയേഴ്സ്. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എൻ കിട്ടും. എന്നിട്ട് ഈ ഒരു ഇക്വേഷനിൽ കൊടുത്താൽ പി എന്ന് പറഞ്ഞാൽ എന്താ? പി എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ എമൗണ്ട് ആണ്. ഓക്കെ, ആ പി ഇൻറ്റു 1 പ്ലസ് ഐ ഓൾ റൈസ് ടു എൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്. ആ പ്രോബ്ലംസ് ഓർത്തു വെക്കുക. പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ആ ഒരു ഏരിയ, ഈ ഒരു ഇൻട്രസ്റ്റ് എന്നുള്ളത്. അതായത് അവിടെ ആ ഒരു ഭാഗത്ത് വരുന്ന രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്, ഒന്ന് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. അത് രണ്ടും കണ്ടുപിടിക്കണമെങ്കിൽ ഡയറക്റ്റ് നമ്മുടെ കയ്യിൽ എന്തുണ്ട്? ഫോർമുലാസ് ഉണ്ട്. ആ ഫോർമുലാസ് എന്ത് ചെയ്താൽ മതി? അപ്ലൈ ചെയ്താൽ മതി. അപ്പൊ ഇതാണ് നമ്മളെ അടുത്ത ടോപ്പിക് ഉണ്ടായിരുന്നത്. ഇൻട്രസ്റ്റ് റേറ്റ് ഇമ്പോർട്ടന്റ് ആണ്, അതിന് അത്യാവശ്യം പ്രോബ്ലംസ് ചോദിക്കുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത ഭാഗമാണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. അതായത് സ്റ്റാറ്റിസ്റ്റിക്സിൽ വരുന്നതാണ്. അവിടെ നമുക്ക് മെയിൻ ആയിട്ട് കണ്ടുപിടിക്കാനുള്ളത് ഈ ഒരു മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്നുള്ള ഈ ഒരു ഭാഗത്ത് നമുക്ക് മെയിൻ ആയിട്ട് കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് മീനും മീഡിയനും മോഡുമാണ്. ഹാർമോണിക് മീനും ജോമെട്രിക് മീനും ആണ്. ഇത് അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ്. അപ്പൊ സംഭവം സിമ്പിൾ ആണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനൊക്കെ ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷനിൽ അപ്ലൈ ചെയ്താൽ മതി. ഇപ്പൊ നമുക്ക് 3 ടൈപ്പ് കാറ്റഗറി ഡാറ്റ ഉള്ളത്: ഗ്രൂപ്പ്ഡ്, അൺഗ്രൂപ്പ്ഡ്, കണ്ടിന്യൂസ്. അപ്പൊ അൺഗ്രൂപ്പ്ഡ് ആണെന്നുണ്ടെങ്കിൽ കുറെ നമ്പേഴ്സ് ഇങ്ങനെ വെറുതെ തന്നിട്ടുള്ള വികാരം. അപ്പൊ കുറെ നമ്പേഴ്സ് ഇങ്ങനെ വെറുതെ തന്നിട്ട് നമ്മളോട് മീൻ കണ്ടുപിടിക്കാൻ വിചാരിച്ചോളി. അരിതമെറ്റിക് മീൻ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യുക? ആ നമ്പേഴ്സ് ഒക്കെ പ്ലസ് ചെയ്തിട്ട് എണ്ണം കൊണ്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? അരിതമെറ്റിക് മീൻ കിട്ടും അൺഗ്രൂപ്പ്ഡിന്റെ. ഓക്കെ, ഇപ്പൊ 2, 4 രണ്ട് നമ്പർ, ഇതിന്റെ 3, ഇതിന്റെ 2 നമ്പർ, ഇതിന്റെ അരിതമെറ്റിക് മീൻ കണ്ടുപിടിച്ചാൽ നമ്മൾ എന്ത് ചെയ്യുക? 2, 4 പ്ലസ് 3/3 ചെയ്യുക. ഇതാണ് ഇതിന്റെ അരിതമെറ്റിക് മീൻ. ഓക്കെ, ഇനി ഇതിന്റെ മോഡുലസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാലോ? മോഡുലസ് നിങ്ങൾക്കില്ല. ഇതിന്റെ മീഡിയൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാലോ? മീഡിയൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ സിമ്പിൾ ആണ്. ചെറുതെന്ന് വലുതൊക്കെ എഴുതാം. ഇപ്പൊ 2, 3, 4 മീഡിയൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാല് ചെറുതെന്ന് വലുതൊക്കെ എഴുതാം. എന്നിട്ട് സെൻട്രൽ ആരാ വരുന്നത് നോക്കുക. സെൻട്രൽ ഇപ്പൊ ആരാ വരുന്നത്? 3 ആണ്. അപ്പൊ ഇതാണ് ഇതിന്റെ മീഡിയൻ. ഇനി 4 വാല്യൂസ് ഉണ്ടെങ്കിലോ? അപ്പൊ എന്ത് ചെയ്യുക? സെൻട്രൽ 2 ഉണ്ടാവും. ആ 2 മീൻ എടുക്കുക. 3 + 4/2 ഇതായിരിക്കും മീഡിയൻ വരിക. ഓക്കെ, ഇനി അടുത്തത് ഇതിന്റെ ഹാർമോണിക് മീൻ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇതിന്റെ ഹാർമോണിക് മീൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല 1/2 + 1/3 + 1/4. ഇതാണ് അതിന്റെ എന്ത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല? ഹാർമോണിക് മീൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക. ആ ഒരു അൺഗ്രൂപ്പ്ഡ് ഡാറ്റ തന്നു കഴിഞ്ഞാൽ അതിന്റെ മീൻ എങ്ങനെ കണ്ടുപിടിക്കുക, മീഡിയൻ എങ്ങനെ കണ്ടുപിടിക്കുക, അതേപോലെ അതിന്റെ ഹാർമോണിക് മീൻ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ള ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കണം. ഇനി അതിൽ ഒരു കാര്യം കൂടി വരുന്നുണ്ട്. ഇതിന്റെ ഓക്കെ, ഹാർമോണിക് മീനിൽ ചെറിയൊരു കറക്ഷൻ ഉണ്ട്. ഇപ്പൊ ഇവിടെ 3 വാല്യൂസ് അല്ലേ ഉള്ളത്. അപ്പൊ 3/1/2 + 1/3 + 1/4 ഇതായിരിക്കും ഹാർമോണിക് മീൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഓക്കെ, n/1(1/x) n/1(1/x) ഇതാണ് ഹാർമോണിക് മീൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഇനി ജോമെട്രിക് മീൻ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യുക? ഇതൊക്കെ കൂടി, ഇതിപ്പോ 4 വാല്യൂസ് ആണെങ്കിൽ ഇതിന്റെ 4th റൂട്ട് എടുത്താൽ മതി. ഇപ്പൊ 4 വാല്യൂസ് ആണെങ്കിൽ 2 × 2 × 3 × 4 × 5ന്റെ
ഫോർത്ത് റൂട്ട് എടുത്താൽ മതി. അപ്പൊ അതിന്റെ ജോമെട്രിക് മീൻ കിട്ടും. അതാണ് ജോമെട്രിക് മീൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല. പിന്നെ ഇതില് ഇതേപോലെ തന്നെ നമുക്ക് ഈ ഇതിന്റെ ഒക്കെ അരിതമെറ്റിക് മീൻ കണ്ടുപിടിക്കാനും ജോമെട്രിക് മീൻ കണ്ടുപിടിക്കാനും ഹാർമോണിക് മീൻ കണ്ടുപിടിക്കാനും വെയ്റ്റഡ് ഹാർമോണിക് മീൻ വെയ്റ്റഡ് അരിതമെറ്റിക് മീൻ ഒക്കെ കണ്ടുപിടിക്കാനൊക്കെ കണ്ടിന്യൂസ് ഗ്രൂപ്പിന്റെയും അൺഗ്രൂപ്പിന്റെ ഒക്കെ ഇതിൽ പ്രോപ്പർ ആയിട്ടുള്ള ഇക്വേഷൻസ് ഉണ്ട്. ആ ഇക്വേഷൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്, ടെക്സ്റ്റിലുണ്ട് ആ ഇക്വേഷൻസ് ഒക്കെ. ആ ഇക്വേഷൻസിൽ എന്ത് ചെയ്യുക, വാല്യൂസ് പ്രോപ്പർ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, അതിന്റെ ഒക്കെ അരിതമെറ്റിക് മീനും ജോമെട്രിക് മീനും ഹാർമോണിക് മീനും കിട്ടും. ഈ ടൈപ്പ് പ്രോബ്ലംസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ഹാർമോണിക് മീനും ജോമെട്രിക് മീനിന്റെയും ഇതൊക്കെ കണ്ടുപിടിക്കാൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ആ പ്രോബ്ലംസ് ചെയ്ത് തന്നെ പഠിക്കണം. ഗ്രൂപ്പിന്റെയും അൺഗ്രൂപ്പിന്റെയും കണ്ടിന്യൂസിന്റെയും ഹാർമോണിക് മീനും ജോമെട്രിക് മീനും അരിതമെറ്റിക് മീനും കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്നുള്ള ആ ഒരു പ്രൊസീജിയർ കറക്റ്റ് എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ഇനി ഇവിടെ പിന്നെ അടുത്ത ചാപ്റ്ററിൽ വരുന്ന ഭാഗങ്ങളാണ് ഈ 3 ഭാഗങ്ങൾ. ഇതും പ്രോബ്ലംസ് തന്നെയാണ്. ടെക്സ്റ്റിൽ എക്സാക്റ്റ് ആയിട്ട് അതിൻ്റെ ഒക്കെ ഇക്വേഷൻസ് കൊടുത്തിട്ടുണ്ട്. മീഡിയൻ കണ്ടുപിടിക്കാനും ക്വാർട്ടൈൽ ഡീവിയേഷൻ കണ്ടുപിടിക്കാനും പെർസെൻറ്റൈലും ഡിസെൻറ്റൈലും ഒക്കെ ഡിസൈൽസ് ഒക്കെ കണ്ടുപിടിക്കാനുള്ള ഫോർമുലാസ് ഉണ്ട്. ക്വാർട്ടൈൽ ഡീവിയേഷൻ ക്വാർട്ടൈൽ ഡീവിയേഷൻ ക്യൂ കണ്ടുപിടിക്കാനും പെർസെൻറ്റൈൽ പി കണ്ടുപിടിക്കാനും ഡിസെൻറ്റൈൽ ഡി കണ്ടുപിടിക്കാനൊക്കെ ഉള്ള ഫോർമുലാസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഫോർമുലാസിൽ കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആ വാല്യൂസ് എങ്ങനെ കൊടുക്കേണ്ടത് എന്നൊക്കെ ഉള്ളത് പറഞ്ഞിട്ടുണ്ട്. ആ വാല്യൂസ് ഡയറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, അതിൻ്റെ ഒക്കെ വാല്യൂസ് കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബിസിനസ് മാത്സിൽ മെയിനായിട്ടും പഠിക്കേണ്ട കാര്യങ്ങൾ. മെട്രിക്സ്, അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഭാഗങ്ങൾ, സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്നത്, ഡിറ്റർമിനൻസ്, ഫംഗ്ഷൻസ്, കോമ്പോസിറ്റ് ഫംഗ്ഷൻസ്, പ്രോഫിറ്റ് ഫംഗ്ഷൻ എന്താ, കോസ്റ്റ് ഫംഗ്ഷൻ എന്താ, റവന്യൂ ഫംഗ്ഷൻ എന്താ, അത്രയും കാര്യങ്ങൾ. പിന്നെ ഡെറിവേറ്റീവ്സ്, മാക്സിമ ആൻഡ് മിനിമ, പിന്നെ ഇൻക്രീസിങ്ങും ഡിക്രീസിങ്ങും, പിന്നെ കോഷ്യൻ റൂള്, പ്രൊഡക്റ്റ് റൂള്, സം റൂള് വെച്ചിട്ടൊക്കെ ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കുന്നത്. പിന്നെ ഇൻട്രസ്റ്റ്, സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും വെച്ചിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ വരുന്നതാണ് സ്റ്റാറ്റിയിൽ വരുന്ന മീൻ, മീഡിയൻ, മോഡ്, ക്വാർട്ടൈൽ ഡീവിയേഷൻ, ഡിസെൻറ്റൈൽ, പെർസെൻറ്റൈൽ ഒക്കെ കാണുന്നത്. ഇതൊക്കെ 3 ടൈപ്പിനുണ്ട്: ഗ്രൂപ്പ്ഡ് ഡാറ്റക്കും അൺഗ്രൂപ്പ്ഡ് ഡാറ്റക്കും പിന്നെ കണ്ടിന്യൂസ് ഡാറ്റക്കും. പിന്നെ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഇൻട്രൊഡക്ഷന്റെ ഭാഗത്ത് നിന്ന് ചിലപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മെറിറ്റ് എന്താണ്, സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഡിമെറിറ്റ് എന്താണെന്നൊക്കെ ചോദിക്കും. അപ്പോൾ അതൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്, അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മെറിറ്റുകൾ എന്തൊക്കെയാണ്, സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഡിമെറിറ്റുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ജോമെട്രിക് മീനിന്റെ മെറിറ്റ് എന്താ, അല്ലെങ്കിൽ അരിതമെറ്റിക് മീനിന്റെ മെറിറ്റ് എന്താ, അരിതമെറ്റിക് മീനിന്റെ ഡിമെറിറ്റ് എന്താ, ഹാർമോണിക് മീനിന്റെ മെറിറ്റ് എന്താ, ഹാർമോണിക് മീനിന്റെ ഡിമെറിറ്റ് എന്താന്നൊക്കെ ചോദിക്കും. അതൊക്കെ അവിടെ കറക്റ്റ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മളെ ബുക്കിൽ ഗൈഡിൽ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക. ഇതാണ് ഇപ്പോൾ നമുക്ക് എക്സാം ഓറിയന്റഡ് ആയിട്ട് നമുക്ക് നോക്കേണ്ട ഭാഗങ്ങൾ. ഇത്രയും ഭാഗങ്ങളാണ് േണ്ടതുള്ളത്. അപ്പോൾ എല്ലാവരും എക്സാം വൃത്തിക്ക് എഴുതുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.